നമസ്തേ ഓൾ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ സൊല്യൂഷൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ലീനിയർ സിസ്റ്റം? നമ്മുടെ അടുത്ത് ഒരു ഇക്വേഷൻസ് ഉണ്ട്, m ഇക്വേഷൻസ് ഉണ്ട്, n അൺനോൺസിലുള്ള ഒരു സിസ്റ്റത്തെ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ അതിനകത്ത് m ഇക്വേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ m ഇക്വേഷൻസ് ഏത് ഫോമിലായിരിക്കും? ലീനിയർ ഫോമിലായിട്ടുള്ള m ഇക്വേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻസിൻ്റെ ഫോം എന്ന് പറയുന്നത് a11x1 പ്ലസ് a12x2 എക്സെട്ര a1nxn ഈക്വൽ ടു b1. അതുപോലെ തന്നെ a21x1 പ്ലസ് a22x2 പ്ലസ് എക്സെട്ര a2nxn ഈക്വൽ ടു b2 എക്സെട്ര am1x1 പ്ലസ് am2x2 എക്സെട്ര amnxn ഈക്വൽ ടു bm. ഇതാണ് ഒരു ലീനിയർ സിസ്റ്റമാണത്. ഈ ഇക്വേഷൻസ് കൺസിഡർ ചെയ്താൽ അതിൽ ഓരോ വേരിയബിൾസും x1 x2 x3 എക്സെട്ര xn എന്ന് പറയുന്ന ആ ഓരോ വേരിയബിൾസിൻ്റെയും പവേഴ്സ് എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ടാണ് അതിന് ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് m ലീനിയർ ഇക്വേഷൻസിൻ്റെ ആ കളക്ഷനെ അതിനെ വിളിക്കുന്ന പേരാണ് ലീനിയർ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ലീനിയർ സിസ്റ്റം തന്നാൽ അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ a12 എക്സെട്ര a1n അതുപോലെ തന്നെ a21 a22 എക്സെട്ര a2n am1 am2 എക്സെട്ര amn എന്ന് പറയുന്ന ഈ വാല്യൂസാണ് ഈ സിസ്റ്റത്തിൻ്റെ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത്. ഇതാണ് കോഎഫിഷ്യൻസ്. ഇനി ഈ സിസ്റ്റത്തെ നമ്മൾ കൺസിഡർ ചെയ്താൽ ഈ സിസ്റ്റത്തിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കുറേ വാല്യൂസ് ഉണ്ട്, b1 b2 എക്സെട്ര bm. അതെല്ലാം ഓരോ നമ്പേഴ്സാണ്. ഈ a11 a12 എന്നൊക്കെ പറയുന്നത് എന്താണ്? ഓരോ നമ്പേഴ്സാണ്. അതുപോലെ തന്നെ b1 b2 bm എന്ന് പറയുന്നതെല്ലാം ഓരോ നമ്പേഴ്സാണ്. അപ്പോൾ ഈ b1 b2 എക്സെട്ര bm എന്ന് പറയുന്ന വാല്യൂസ് എല്ലാം തന്നെ 0 ആണെങ്കിൽ ആ സിസ്റ്റത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോമോജീനിയസ് ലീനിയർ സിസ്റ്റം എന്ന് പറയുന്നത്. ഹോമോജീനിയസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ ബീജേസും അതായത് റൈറ്റ് ഹാൻഡ് സൈഡിലെ എല്ലാ വാല്യൂസും 0 ആണെങ്കിൽ ആ സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഹോമോജീനിയസ് സിസ്റ്റം. ഇനി അതിൽ ഏതെങ്കിലുമൊക്കെ ഒരെണ്ണമെങ്കിലും 0 അല്ല എങ്കിൽ, ഓക്കെ, എല്ലാം 0 അല്ല എങ്കിൽ, ഏതെങ്കിലുമൊക്കെ 0 അല്ല എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ്, ആ സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് നോൺ ഹോമോജീനിയസ് സിസ്റ്റം. നോൺ ഹോമോജീനിയസ് സിസ്റ്റം. അപ്പോൾ എല്ലാം 0 ആണെങ്കിൽ ആ സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഹോമോജീനിയസ് സിസ്റ്റം. ഇനി ഏതെങ്കിലുമൊക്കെ 0 അല്ല എങ്കിൽ, അതായത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂസ് റൈറ്റ് ഹാൻഡ് സൈഡിൽ വരണം, 2 3 അങ്ങനെ നെഗറ്റീവ് ആവാം പോസിറ്റീവ് ആവാം. അപ്പോൾ കുറച്ച് അങ്ങനെയുള്ള കോൺസ്റ്റൻറ്റ് വാല്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് നോൺ ഹോമോജീനിയസ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ അതുപോലെ തന്നെ ഈ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഒരു സെറ്റ് ഓഫ് m ഇക്വേഷൻസ് പറഞ്ഞു. ഈ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ m ഇക്വേഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന x1 x2 എക്സെട്ര xn വാല്യൂസിൻ്റെ ആ സെറ്റിനെയാണ് നമ്മൾ ഈ ലീനിയർ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലീനിയർ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ എല്ലാ ഇക്വേഷൻസും സാറ്റിസ്ഫൈഡ് ആവുന്ന തരത്തിലുള്ള x1 x2 എക്സെട്ര xnൻ്റെ വാല്യൂസിനെയാണ് നമ്മൾ ഇതിൻ്റെ സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഹോമോജനസ് സിസ്റ്റം ആണെങ്കിൽ, ഹോമോജീനിയസ് സിസ്റ്റം ആണെങ്കിൽ അതിന് അറ്റ്ലീസ്റ്റ് ഒരു ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടായിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു ട്രിവിയൽ സൊല്യൂഷനെങ്കിലും ഉണ്ടായിരിക്കും. ആ സൊല്യൂഷൻ എന്ന് പറയുന്ന അത് x1 ഈക്വൽ ടു 0 x2 ഈക്വൽ ടു 0 എക്സെട്ര xn ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ട്രിവിയൽ സൊല്യൂഷൻ എങ്കിലും ഒരു ഹോമോജീനിയസ് സിസ്റ്റത്തിന് ഉണ്ടായിരിക്കും. അറ്റ്ലീസ്റ്റ് ആണ് പറഞ്ഞത്, അറ്റ്മോസ്റ്റ് അല്ല, അറ്റ്ലീസ്റ്റ് അതെങ്കിലും ആ ഒരു സൊല്യൂഷനെങ്കിലും കാണും. ആ സൊല്യൂഷൻ ഏതാണ്? ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? എല്ലാ വേരിയബിൾസും അതായത് x1 x2 എക്സെട്ര xn എന്ന് പറയുന്നത് 0 ആവുന്ന കേസാണ്. അത് ഒരു സൊല്യൂഷനെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു സൊല്യൂഷനെങ്കിലും ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഒരു സെറ്റ് ഓഫ് m ഇക്വേഷൻസിൻ്റെ കേസ് പറഞ്ഞു, m ഇക്വേഷൻസ് പറഞ്ഞു, n അൺനോൺസിലുള്ള m ഇക്വേഷൻസിൻ്റെ കേസ് പറഞ്ഞു. ഇനി അതിനെ നമ്മളൊരു മെട്രിക്സ് ഫോമിലേക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പോവാണ്. അതായത് ആ നമ്മുടെ കയ്യിലുള്ള ആ ലീനിയർ സിസ്റ്റത്തെ ഒരു മെട്രിക്സ് ഫോമിൽ റെപ്രസെൻ്റ് ചെയ്താൽ എങ്ങനെയിരിക്കും അതാണ് ഇനി പറയുന്നത്. നമ്മുടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ m ഇക്വേഷൻസിനെ, സിസ്റ്റത്തിലെ m ഇക്വേഷൻസിനെ നമുക്ക് മെട്രിക്സ് രീതിയിൽ ax ഈക്വൽ ടു b എന്നുള്ള രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ മെട്രിക് റെപ്രസെൻറ്റേഷൻ ഏതാണ്? ax ഈക്വൽ ടു b. അവിടെ a എന്നത് നമ്മുടെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് കൺസിഡർ ചെയ്തല്ലോ, അതിൽ ഓരോ കോഎഫിഷ്യൻസ് പറഞ്ഞല്ലോ. ഏതൊക്കെയാണ്? a11 a12 a13 എക്സെട്ര a1n, അതുപോലെ തന്നെ a21 a22 എക്സെട്ര a2n, അതുപോലെ തന്നെ am1 am2 എക്സെട്ര amn എന്ന് പറയുന്ന ആ കോയിഫിഷ്യൻസിനെ നമ്മൾ പറഞ്ഞല്ലോ, ആ കോയിഫിഷ്യൻസിനെ എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു മെട്രിക്സ് ഫോമിൽ എഴുതിയേക്കുവാണ്.
അതൊരു m/n മെട്രിക്സ് ആയിരിക്കും. ആ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് കോഎഫിഷ്യൻറ്റ് മെട്രിക്സ്. അപ്പോൾ എ എന്നത് പറയുന്നത് എന്താണ്? കോഎഫിഷ്യൻറ്റ് മെട്രിക്സ് ആണ്. ഓക്കെ, എ എന്നത് കോഎഫിഷ്യൻറ്റ് മെട്രിക്സ് ആണ്. ഇനി നമ്മൾ എക്സ് എന്നത് എക്സ് ഈക്വൽ ടു ബി എന്നല്ലേ പറഞ്ഞത്. അവിടെ ആ എക്സ് എന്നത് നമ്മുടെ വേരിയബിൾസ് ആയ x1 x2 എക്സെട്ര xnൻ്റെ അതിനെ കോളം രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ മെട്രിക്സിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ് എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ ബി എന്ന് പറയുന്നത് b1 b2 എക്സെട്ര bm നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന വാല്യൂസ് ഉണ്ടല്ലോ, ആ കോൺസ്റ്റൻസിനെ ചേർത്തിട്ട് ഒരു കോളം വെക്ടറായിട്ട് അല്ലെങ്കിൽ കോളം മെട്രിക്സ് ആയിട്ട് എഴുതിയേക്കുന്ന ആ ഫോമാണ് ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എ എന്നത് ഒരു m/n മെട്രിക്സ് ആയിരിക്കും, എക്സ് എന്നത് ഒരു കോളം വെക്ടറാണ്, അതുപോലെ തന്നെ ഒരു ബി എന്നതും ഒരു കോളം വെക്ടറാണ്. ഇനി നമ്മുടെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നേക്കുന്ന ആ സിസ്റ്റത്തെ മെട്രിക്സ് രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതിൽ നിന്നും നമ്മളൊരു ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഉണ്ടാക്കും. ആ ഓഗ്മെൻറ്റഡ് മെട്രിക്സിനെ നമ്മൾ ഇപ്പോൾ റാങ്ക് കണ്ടുപിടിക്കാൻ നേരത്തെ ചെയ്ത പോലെ റോ ഓപ്പറേഷൻസ് കൊടുത്തിട്ടാണ് നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓഗ്മെൻറ്റഡ് മെട്രിക്സ് അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് എ എന്നുള്ള കോഎഫിഷ്യൻറ്റ് മെട്രിക്സ് ആണെന്ന് പറഞ്ഞല്ലോ, ഈ കോഎഫിഷ്യൻറ്റ് മെട്രിക്സിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മുടെ ഈ കോളം വെക്ടറായ ബി എന്നുള്ള വാല്യൂസ് ഉണ്ടല്ലോ, b1 b2 എക്സെട്ര bm അതിനെ അറ്റാച്ച് ചെയ്ത് എഴുതുന്ന മെട്രിക്സ്. അതായത് എ എന്നുള്ള മെട്രിക്സിൻ്റെ റൈറ്റ് സൈഡിൽ ബിയുടെ വാല്യൂസ് b1 b2 എക്സെട്ര bm എന്ന് വെറുതെ ചേർത്തങ്ങ് എഴുതുന്നു. ഈ കിട്ടുന്ന മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ്. ആ സിസ്റ്റത്തിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പിൾ ഇതാണ്, എ ഓഗ്മെൻറ്റഡ്. അപ്പോൾ എയുടെ മുകളിലായിട്ടൊരു ചെറിയൊരു ഇങ്ങനെ ഒരു സിമ്പിൾ ഇടുക. അതാണ് ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ സിമ്പിൾ. ആ മെട്രിക്സ് എന്താണെന്ന് പറഞ്ഞാൽ മെട്രിക്സ് എയുടെ റൈറ്റ് സൈഡിൽ ജസ്റ്റ് അറ്റാച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ. b1 b2 എക്സെട്ര bm എന്നുള്ള ആ വാല്യൂസിനെ ചേർത്ത് എഴുതുന്ന മെട്രിക്സ്, ആ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ്. അപ്പോൾ നമുക്ക് തന്നേക്കുന്ന സിസ്റ്റത്തെ മുഴുവൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്, ഈ എ ഓഗ്മെൻറ്റഡ് എന്ന് പറയുന്നത്. ഓഗ്മെൻറ്റഡ് മെട്രിക്സിൽ നമ്മൾ തന്നേക്കുന്ന സിസ്റ്റത്തിലെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടും. അപ്പോൾ ഓഗ്മെൻറ്റഡ് മെട്രിക്സിനെയാണ് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, പിന്നെ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് നമുക്ക് പഠിക്കാനുള്ളത് ഗോസ് എലിമിനേഷൻ മെത്തേഡാണ്. അതെന്താണെന്ന് പറയാം. അപ്പോൾ ആ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് ഗോസ് എലിമിനേഷൻ മെത്തേഡ്. അതിനെപ്പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് ആദ്യം പറയാം. അപ്പോൾ നമ്മുടെ കയ്യിലൊരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഉണ്ട്. ഏത് ഫോമിലാണ്? a11 x1 പ്ലസ് a12 x2 പ്ലസ് a13 x3 ഈക്വൽ ടു b1. അപ്പോൾ ഇതിൽ ഞാൻ കൺസിഡർ ചെയ്തേക്കുന്ന 3 വേരിയബിളുള്ള ഒരു സിസ്റ്റത്തെയാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. അതായത് x1 x2 x3 എന്നുള്ള 3 വേരിയബിൾ മാത്രമേ ഉള്ളൂ. m/n മെട്രിക്സ് അല്ല നമുക്ക് ഫോം ചെയ്ത് കിട്ടാൻ പോകുന്നത്. ഒരു 3/3 മെട്രിക്സ് ആണ് ഫോം ചെയ്ത് കിട്ടുന്നത് എ എന്ന് പറയുന്നത്. അപ്പോൾ 3 ഇക്വേഷൻസേ ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ a21 x1 പ്ലസ് a22 x2 പ്ലസ് a23 x3 ഈക്വൽ ടു b2, a31 x1 പ്ലസ് a32 x2 പ്ലസ് a33 x3 ഈക്വൽ ടു b3. അങ്ങനെ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്തു. ലീനിയർ സിസ്റ്റമാണ്. കാരണം എന്താണ്, x1 x2 x3കളുടെയൊക്കെ പവർ എന്താണ്, 1 ആണ്. അതുകൊണ്ട് അത് ലീനിയർ സിസ്റ്റമാണ്. ഈ ലീനിയർ സിസ്റ്റത്തിൻ്റെ ഗോസ് എലിമിനേഷൻ മെത്തേഡ് എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ അതിൻ്റെ മെട്രിക്സ് ഫോം റെപ്രസെൻ്റ് ചെയ്യണം. അതായത് തന്നിരിക്കുന്ന സിസ്റ്റത്തെ മെട്രിക്സ് രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പോവാണ്. അത് ax ഈക്വൽ ടു b എന്നതാണ്. അപ്പോൾ എ എന്നത് എന്താ പറഞ്ഞത്, കോഎഫിഷ്യൻറ്റ് മെട്രിക്സ് ആണെന്ന് പറഞ്ഞു. തന്നേക്കുന്ന സിസ്റ്റത്തിൽ നിന്ന് ഈ x1 x2 x3കളുടെ കോഎഫിഷ്യൻസിനെ മാത്രം എടുത്തെഴുതി ഒരു മെട്രിക്സ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ x1ൻ്റെ കോഎഫിഷ്യൻറ്റ് a11, x2ൻ്റെ കോഎഫിഷ്യൻറ്റ് a12, x3യുടെ കോഎഫിഷ്യൻറ്റ് a13. രണ്ടാമത്തെ ഇക്വേഷനിൽ x1ൻ്റെ കോഎഫിഷ്യൻറ്റ് a21, x2ൻ്റെ കോഎഫിഷ്യൻറ്റ് a22, ദെൻ x3യുടെ കോഎഫിഷ്യൻറ്റ് a23. മൂന്നാമത്തെ ഇക്വേഷൻ നോക്കിയാൽ a31 x1 ആണ്. x1ൻ്റെ കോഎഫിഷ്യൻറ്റ് a31, അപ്പോൾ ഇവിടെ എഴുതേണ്ടത് a31. നെക്സ്റ്റ് x2ൻ്റെ കോഎഫിഷ്യൻറ്റ് a32, ദെൻ ഇവിടെ a32, ദെൻ x3യുടെ കോഎഫിഷ്യൻറ്റ് a33. പിന്നെ x എന്നുള്ള മെട്രിക്സ് എന്താണ്, ഒരു കോളം വെക്ടറാണെന്ന് പറഞ്ഞു. ഇവിടെയുള്ള വേരിയബിൾസ് എന്താണ്, x1 x2 x3കൾ മാത്രമാണ്. അതുകൊണ്ട് x1 x2 x3. ഇനി വേരിയബിൾസ് കൂടുതലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് x4 x5 ഒക്കെ ഉണ്ടെങ്കിൽ അത് എഴുതുക. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഇക്വേഷൻസിൻ്റെ എണ്ണം കൂടും. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു b1 b2 b3. അതിനെ കോളം വെക്ടറായിട്ട്, അതായത് ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള വാല്യൂസ് b1 b2 b3 എന്ന് പറയുന്ന വാല്യൂസ് അതിനെ കോളം വെക്ടറായിട്ട് അവിടെ എഴുതണം. അപ്പോൾ അത് നമുക്ക് മെട്രിക്സ് ഫോം കിട്ടി. ഓക്കെ, മെട്രിക്സ് ഫോം കിട്ടി. ഇനി അതിൽ നിന്ന് എന്താണ് എടുക്കേണ്ടത്, ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യണം. എ ഓഗ്മെൻറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത്, കോഎഫിഷ്യൻറ്റ് മെട്രിക്സിൻ്റെ റൈറ്റ് സൈഡിൽ ഈ b1 b2 b3 വാല്യൂസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ജസ്റ്റ് അറ്റാച്ച് ചെയ്യുക. അങ്ങനെ കിട്ടുന്ന മെട്രിക്സാണ് എ ഓഗ്മെൻറ്റഡ്. അപ്പോൾ a11 a12
A13 ദെൻ B1. ഇവിടെ ഒരു ലൈൻ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും ചില ടെക്സ്റ്റിൽ. പക്ഷേ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ലൈൻസ് ഇട്ട് അങ്ങനെ സെപ്പറേറ്റ് ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ ഇങ്ങനെ ഒരു കോളൻ ഉപയോഗിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചേക്കുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ B1, B2, B3കൾ അറ്റാച്ച് ചെയ്ത് കിട്ടുന്ന മെട്രിക്സ് ആണ് A ഓഗുമെൻറ്റഡ്. ഇനി നമുക്ക് കിട്ടിയിരുന്ന ഈ ഓഗുമെൻറ്റഡ് മെട്രിക്സിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഓഗുമെൻറ്റഡ് മെട്രിക്സിനെ എക്ലോൺ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യും. എക്ലോൺ ഫോം നമ്മൾ പഠിച്ചതാണല്ലോ. എക്ലോൺ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ UTMലേക്ക് റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, അതായത് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? ഓരോ റോ ട്രാൻസ്ഫോർമേഷൻസ് കൊടുത്തതിന് ശേഷം എക്ലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ കൺവേർട്ട് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ഏത് ഫോമിലാണ്? A ഓഗുമെൻറ്റഡ് എന്ന് പറയുന്നത് ഏത് രീതിയിലാവും? C11, C12, C13, D1, 0, C22, C23, D2, 0, 0, C33, D3. ഇവിടെ C11, C12 ഇതൊക്കെ ഓരോ നമ്പേഴ്സാണ്. നമ്മൾ റോ ട്രാൻസ്ഫോർമേഷൻസ് എല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ ഓരോ നമ്പേഴ്സ് അല്ലേ കിട്ടുന്നത്. ആ നമ്പേഴ്സിനെ ജസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ C11, C12 എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഭാഗത്ത് മുഴുവൻ കിട്ടുന്ന വാല്യൂസ് എന്തായിരിക്കും? മെയിൻ ഡയഗണൽ എലമെൻസിന് താഴെ വരുന്ന വാല്യൂസ് എല്ലാം എന്തായിരിക്കും? സീറോസ് ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ എക്ലോൺ ഫോമിലോട്ട് മാറ്റുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് വരുന്ന വാല്യൂസ് എല്ലാം എന്തായിരിക്കും? സീറോ ആയിരിക്കും. ബാക്കി കുറേ നമ്പേഴ്സ് നമുക്ക് കിട്ടും. ചിലപ്പോൾ ഇതിനകത്തൊക്കെ സീറോ വരാതിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഒരു മെട്രിക്സ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇനി ആ കിട്ടിയ മെട്രിക്സിനെ നമ്മൾ കറസ്പോണ്ടിങ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനായിട്ട് വീണ്ടും കൺവേർട്ട് ചെയ്ത് എഴുതും. ഓക്കെ, അപ്പോൾ C11 ഇപ്പോൾ നമുക്ക് കിട്ടിയിരുന്ന മെട്രിക്സ് ഇതാണെങ്കിൽ ഇതിനെ ഈ രീതിയിലുള്ള ഇക്വേഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് എഴുതും. അതായത് ആദ്യത്തെ കോളം എന്ന് പറയുന്നത് x1ന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, x1 ആണ്. ഇത് x2ന് വേണ്ടിയിട്ടാണ്. ഇത് x3ക്ക് വേണ്ടിയിട്ടാണ്. ഇത് കോൺസ്റ്റൻറ്റിന് വേണ്ടിയിട്ടുള്ള കോളമാണ്. അങ്ങനെയാണ് നമ്മൾ വാല്യൂസ് എഴുതുന്നത്. അപ്പോൾ C11 x1 പ്ലസ് C12 x2 പ്ലസ് C13 x3 ഈക്വൽ ടു D1. ദെൻ നെക്സ്റ്റ് ഇവിടെ x1ൻ്റെ കോഎഫിഷ്യൻ്റ് അടുത്ത ഇക്വേഷനിലില്ല, അതുകൊണ്ട് അത് വേണ്ട. ദെൻ C22 x2 പ്ലസ് C23 x3 ഈക്വൽ ടു D2. തേർഡ് ഇക്വേഷനിൽ രണ്ട് ടേം ഇല്ല. x1ൻ്റെ കോഎഫിഷ്യൻറ്റും ഇല്ല, x3യുടെ കോഎഫിഷ്യൻറ്റും x1ൻ്റെ കോഎഫിഷ്യൻറ്റും ഇല്ല, x2ൻ്റെ കോഎഫിഷ്യൻറ്റും ഇല്ല, x3യുടെ കോഎഫിഷ്യൻറ്റ് മാത്രമേ ഉള്ളൂ. അതായത് C33 x3 ഈക്വൽ ടു D3. ഇങ്ങനെ 3 ഇക്വേഷൻസ് നമുക്ക് ഇതിൽ നിന്ന് ഫോം ചെയ്തെടുക്കാം. ഇനിയാണ് ഗോസ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ 3 ഇക്വേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് 3 അൺനോൺസ് ഉണ്ട്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചാണ് സോൾവ് ചെയ്യാൻ. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? 3 ഇക്വേഷൻസ് ഉണ്ട്, 3 അൺനോൺസ് ഉണ്ട്. അപ്പോൾ അത് സോൾവ് ചെയ്യുന്നത് ഇവിടെ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ C33 x3 ഈക്വൽ ടു D3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് x3യെ സോൾവ് ചെയ്തെടുക്കാമല്ലോ. x3യുടെ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണെന്നാണ് പറയുന്നത്. ഇവിടെ C33 x3 ഈക്വൽ ടു D3 ആണ്. ഇതിൽ നിന്നും x3യുടെ വാല്യൂ നമുക്ക് കിട്ടും. x3യുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു നമ്പർ ആയിരിക്കുമല്ലോ. ഈ C33 D3 എന്നൊക്കെ പറയുന്ന ഓരോ നമ്പേഴ്സാണ്. അപ്പോൾ ഇവിടെ കൊണ്ടുപോയി D3യെ C33 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് x3യുടെ വാല്യൂ കിട്ടും. ഈ x3യുടെ വാല്യൂ തൊട്ട് മുകളിലത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് x2ൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ വാല്യൂസ് കിട്ടി? x3 കിട്ടി, x2 കിട്ടി. ആ രണ്ട് വാല്യൂസും എന്ത് ഈ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് x1ൻ്റെ വാല്യൂസ് കിട്ടും. അപ്പോൾ എല്ലാ വേരിയബിൾസിൻ്റെ വാല്യൂസ് കിട്ടിയല്ലോ. x1 കിട്ടി, x2 കിട്ടി, x3 കിട്ടി. അപ്പോൾ ആ രീതിയിലാണ് സൊല്യൂഷൻ സെറ്റ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് കിട്ടിയേക്കുന്ന ആ വാല്യൂസ് ഉണ്ടല്ലോ, x1, x2, x3കളുടെ വാല്യൂസ്, ആ വാല്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഗിവൺ സിസ്റ്റത്തിന് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള വാല്യൂസ് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതായിരിക്കും അവിടുത്തെ സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത്. അപ്പം മെത്തേഡ് ഇത്രയേ ഉള്ളൂ. ഗോസ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നതാണ്. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച എക്ലോൺ ഫോമിലോട്ട് മാറ്റുന്നത് എങ്ങനെയാണെന്നൊക്കെ പഠിച്ചതാണ്. അപ്പോൾ തന്നേക്കുന്ന സിസ്റ്റത്തെ മെട്രിക്സ് ഫോമിലേക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക. മെട്രിക്സ് ഫോമിലേക്ക് മാറ്റി കഴിഞ്ഞതിന് ശേഷം എക്ലോൺ ഫോമിലേക്ക് അതിനെ റെഡ്യൂസ് ചെയ്യുക. അതിനുശേഷം വീണ്ടും അതിൽ നിന്നും സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യുക. ആ ഇക്വേഷൻസ് ഏത് ഫോമിലായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്? ഈ രീതിയിലായിരിക്കും കിട്ടുന്നത്. അതായത് ലാസ്റ്റ് ഒരു ഇക്വേഷനിൽ 3 വേരിയബിൾ ഉണ്ടാവും, രണ്ടാമത്തെ ഇക്വേഷനിൽ 2 വേരിയബിൾ, അടുത്ത ഇക്വേഷനിൽ 1 വേരിയബിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ വാല്യൂസ് വരുന്നതനുസരിച്ചായിരിക്കും ഇക്വേഷൻസിൻ്റെ ഇത് മാറി വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നിന്ന് x3യുടെ വാല്യൂ കിട്ടും, ആ വാല്യൂ ഇതിൽ കൊടുക്കുക, അന്നേരം x2ൻ്റെ വാല്യൂ കിട്ടും. x2ൻ്റെ x3യുടെ വാല്യൂ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുക, അപ്പോൾ x1ൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ അങ്ങനെ x1, x2, x3 3 വാല്യൂസ് നമുക്ക് കിട്ടും. അത് ഈ സിസ്റ്റം സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഗോസ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഗോസ് എലിമിനേഷൻ മെത്തേഡിൻ്റെ ഫസ്റ്റ് പ്രോബ്ലമാണ് സോൾവ് ദ ഫോളോയിങ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ബൈ ഗോസ് എലിമിനേഷൻ മെത്തേഡ്.
എക്സ് പ്ലസ് 4y മൈനസ് ഇസഡ് ഈക്വൽ ടു -5, എക്സ് പ്ലസ് വൈ മൈനസ് 6z ഈക്വൽ ടു -12, 3x മൈനസ് വൈ മൈനസ് ഇസഡ് ഈക്വൽ ടു 4. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ഗോസ് എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് വന്നേക്കുവാണ്. അതിനെ ആദ്യം എന്ത് ചെയ്യണം? മെട്രിക്സ് ഫോമിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യണം. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ബി എന്നുള്ള ഫോമിലേക്ക് അതിനെ റെപ്രസെൻറ്റ് ചെയ്യണം. എ എന്നത് എന്താണെന്നാണ് പറഞ്ഞത്? കോഎഫിഷ്യൻ മെട്രിക്സ് ആണ്. എക്സ് എന്നത് x1 x2 x3 എന്നാണ് നമ്മൾ ഡെഫിനേഷനിൽ പറഞ്ഞത്. x1 x2 എക്സെട്ര xn എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഗിവൺ ഇക്വേഷൻസിലെ വേരിയബിൾസ് ഏതാണെന്ന് നോക്കുക. ഇവിടെ x1 x2 x3കൾ എന്നല്ല തന്നേക്കുന്നത്, പിന്നെയോ എക്സ് വൈ ഇസഡ് എന്നുള്ള ഫോമിലാണ് തന്നേക്കുന്നത്. അപ്പോൾ ഈ എക്സ് എന്നുള്ള മെട്രിക്സ് എങ്ങനെയായിരിക്കും? എക്സ് വൈ ഇസഡ് കോളം വെക്ടറായിട്ട് താഴത്തേക്ക് എക്സ് വൈ ഇസഡ് എന്നുള്ള രീതിയിൽ എഴുതാം. ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? -5 -12 4 ഇതായിരിക്കും. ആ ഒരു കോളം വെക്ടറായിരിക്കും ബി എന്ന് പറയുന്നത്. നമുക്ക് ഓരോന്നും ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാം. എ എന്ന് പറയുന്നത് ഓരോന്നിൻ്റെയും കോഎഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എഴുതാം. ഇവിടെ ഫസ്റ്റ് ഇക്വേഷനിൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 1, ദെൻ വൈയുടെ കോഎഫിഷ്യൻ്റ് 4, ഇസഡിൻ്റെ കോഎഫിഷ്യൻ്റ് -1. ദെൻ സെക്കൻഡ് ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. അതിൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 1, വൈയുടെ കോഎഫിഷ്യൻ്റ് 1, ഇസഡിൻ്റെ കോഎഫിഷ്യൻ്റ് -6. തേർഡ് ഇക്വേഷൻ കൺസിഡർ ചെയ്താൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 3, വൈയുടെ കോഎഫിഷ്യൻ്റ് -1, ഇസഡിൻ്റെ കോഎഫിഷ്യൻ്റ് -1. അപ്പോൾ എ എന്നുള്ള മെട്രിക്സ് ഏതാണ്? ഈ എഴുതിയേക്കുന്ന മെട്രിക്സ് ആണ് എ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എ എന്നുള്ള മെട്രിക്സ് കിട്ടി. ഇനി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ വേരിയബിൾസ് ഏതൊക്കെയാണ്? എക്സ് വൈ ഇസഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എക്സ് വൈ ഇസഡ് നിങ്ങൾക്ക് ചിലപ്പോൾ ABCD എന്നോ ക്വസ്റ്റ്യനിൽ പല രീതിയിൽ തരും. അപ്പോൾ ഏത് തന്നെ വേരിയബിൾസ് ആണെങ്കിലും ചിലപ്പോൾ x1 x2 x3 അങ്ങനെ ആയിരിക്കും തരണേ. അതാണെങ്കിൽ ഏത് വേരിയബിളാണോ തരണേ അതനുസരിച്ച് ഇവിടെ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി. ബി എന്ന് പറയുന്നത് -5 -12 4. അത് ആ ഓർഡർ അനുസരിച്ച് തന്നെ എഴുതിയേക്കാം. ഇനി നമ്മളെന്ത് പറഞ്ഞു? ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എ എന്നുള്ള മെട്രിക്സിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഈ ബി എന്നുള്ള ഈ കോളം വെക്ടറിനെയും കൂടെ അറ്റാച്ച് ചെയ്ത് എഴുതുന്ന മെട്രിക്സ് ആണ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ്. സോ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഈസ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ഓഗ്മെൻറ്റഡ് എന്ന് പറയുന്നത് എന്താണ്? എയും ബിയും കൂടെ അറ്റാച്ച് ചെയ്ത് ഒരുമിച്ച് ചേർത്ത് എഴുതുന്നതാണ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ്. ആ മെട്രിക്സ് ഏത് ഫോമിലായിരിക്കും? എ അങ്ങനെ തന്നെ എഴുതുക, ഓർഡർ ഒന്നും വ്യത്യാസമില്ല. 1 4 -1, ദെൻ 1 1 -6, 3 -1 -1. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഈ -5, ദെൻ -12, ദെൻ 4. ഇതിനെ അങ്ങ് അറ്റാച്ച് ചെയ്ത് എഴുതുന്ന ഈ മെട്രിക്സിനെയാണ് നമ്മൾ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിനാണ് നമ്മൾ റോ ഓപ്പറേഷൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ എക്ലോൺ ഫോം എന്താണ്? എക്ലോൺ ഫോം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓരോ റോ എടുത്താലും ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 1 ആയിരിക്കണം. പിന്നെ ആ 1ന് താഴത്തേക്കുള്ള എലമെൻറ്റ്സ് എല്ലാം 0 ആവണം. പിന്നെന്താ പറഞ്ഞത്? ഓരോ റോ കഴിയും തോറും ലെഫ്റ്റ് സൈഡിൽ വരുന്ന സീറോസിൻ്റെ എണ്ണം കൂടി വരണം. ഈ പ്രോപ്പർട്ടികളല്ലേ പറഞ്ഞിരുന്നത്? ഈ കണ്ടീഷൻസാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ആ മെത്തേഡ് ഇവിടെ അപ്ലൈ ചെയ്യുക. ഓക്കെ, ദെൻ ഫസ്റ്റ് ഏത് ഓപ്പറേഷനാണ് നമുക്ക് കൊടുക്കേണ്ടത്? ആദ്യത്തെ റോ കൺസിഡർ ചെയ്യുക. ആദ്യത്തെ റോ കൺസിഡർ ചെയ്താൽ 1 4 -1 -5 ആണ്. ഫസ്റ്റ് എലമെൻറ്റ് 1 ആണ്. ഇനി 1ന് താഴത്തേക്കെല്ലാം 0 ആക്കി മാറ്റണം അല്ലേ? ഈ 1ന് താഴത്തേക്കെല്ലാം 0 ആക്കി മാറ്റണം. അതായത് ഈ 1നെയും 0 ആക്കണം, ഈ 3യെയും 0 ആക്കണം. അപ്പോൾ അതിനെന്ത് ഓപ്പറേഷൻ കൊടുക്കണം നോക്കാം. ഈ 1നെ 0 ആക്കാൻ ഈസിയാണ്, കാരണം R2 - R1 ചെയ്താൽ ഇത് 0 ആക്കി മാറ്റാം. അപ്പോൾ ഞാൻ ആദ്യം അത് എഴുതുകയാണ്. R2 implies R2 - R1. R2 implies R2 - R1. അപ്പോൾ ആ ഓപ്പറേഷൻ കൊടുക്കാം. ദെൻ ഞാൻ ഫസ്റ്റ് റോയെ അങ്ങനെ തന്നെ എഴുതുകയാണ്. 1 4 -1 -5. ദെൻ സെക്കൻഡ് റോ എങ്ങനെ വരും? R2 - R1. 1 -1 0. 1 - 4 ദാറ്റ് ഈസ് -3. -6 -1 എന്നാണ്. അതായത് -6 + 1 വരും. ദാറ്റ് ഈസ് -5. ദെൻ -12 -5 എന്നാണ്. അതായത് -12 + 5. -12 + 5 എന്ന് പറയുമ്പോഴത്തേക്കും ഏതാ വരുന്നത്? -7. ഓക്കെ, അപ്പോൾ സെക്കൻഡ് റോ നമുക്ക് കിട്ടി. 0 -3 -5 -7 എന്ന് കിട്ടി. ഇനി അടുത്ത റോ നോക്കുക. ഈ 3യെ നമുക്ക് 0 ആക്കി മാറ്റണം. ഏതുപയോഗിച്ചാൽ? ഫസ്റ്റ് റോ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ മെട്രിക്സിൽ തന്നെ ഞാനതങ്ങ് ചെയ്യുകയാണ് കേട്ടോ. വേറെ സെപ്പറേറ്റ് എടുത്ത് എഴുതുന്നില്ല. നമുക്ക് അങ്ങനെ വേണേൽ ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ തന്നെ ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ R3യിൽ ഈ 3യെയാണ് എനിക്ക് 0 ആക്കി മാറ്റേണ്ടത്. ഏതുപയോഗിച്ചിട്ട്? R1 എന്നുള്ള റോ ഉപയോഗിച്ചിട്ട്.
അപ്പോൾ R3യെ 0 ആക്കി മാറ്റണമെങ്കിൽ, അതായത് ഈ 3 എന്നുള്ള വാല്യൂ 0 ആക്കി മാറ്റണമെങ്കിൽ എനിക്കിവിടെ ഒരു -3 കൂടെ വന്നാലേ 0 ആവുള്ളൂ. അപ്പോൾ R1 ഉപയോഗിച്ച് -3 ആക്കണമെങ്കിൽ ഇവിടെ 1 ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് ഇക്വേഷനെ ഞാനൊരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, എന്നിട്ട് ഈ R3യിൽ നിന്നും സബ്ട്രാക്ട് ചെയ്താൽ 0 ആക്കി മാറ്റാമല്ലോ. സോ R3 ഇംപ്ലൈസ് R3 - 3R1. ശരിയല്ലേ? R3 ഇംപ്ലൈസ് R3 - 3R1 ഉപയോഗിച്ചാൽ എനിക്കിതിനെ, ഇവിടുത്തെ വാല്യൂവിനെ 0 ആക്കി മാറ്റാം. ഈ 3യെ 0 ആക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 3 - 3 വരും, ദാറ്റ് ഈസ് 0. നെക്സ്റ്റ് വാല്യൂ നോക്കിയാൽ ഇവിടെ -1 ആണ്. -1 ഓപ്പറേഷൻ എങ്ങനെയാണ്? -1 -3 ഇൻറ്റു R1. അപ്പം -3 ഇൻറ്റു 4 ദാറ്റ് ഈസ് -12, ദാറ്റ് ഈസ് -13 എന്ന് വരും. ഇവിടെ -13. ഓക്കെ, ദെൻ നെക്സ്റ്റ് വാല്യൂ ഇവിടെ -1 ആണ്. -1 -3 ഇൻറ്റു ഇവിടെ -1 ആണ്. -1 ഇൻറ്റു -3 +3 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -1 + 3 എന്നത് 2, ദാറ്റ് ഈസ് 2. ഇനി ലാസ്റ്റ് എലമെൻറ്റ് 4 ആണ്. ദെൻ 4 - 3 ഇൻറ്റു R1 ഇവിടെ -5 ആണ്. അപ്പോൾ -3 ഇൻറ്റു -5 +15 ആണ്. 4 + 15 വരും, ദാറ്റ് ഈസ് 19. അപ്പോൾ പുതിയ മെട്രിക്സ് കിട്ടിയത് ഈ ഫോമിലാണ്. ഇനി നമ്മൾ നോക്കാം, എന്താണ് നമ്മുടെ എക്ലോൺ ഫോമിലോട്ട് മാറിയോ നോക്കാം. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 1 ആണ്. 1ന് താഴത്തേക്കെല്ലാം 0 ആക്കി. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 1 ആകണം. ഈ -3യെ 1 ആക്കണം. -3യെ 1 ആക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഇതിൽ റോ റെഡ്യൂസ്ഡ് ഫോമിലാക്കിയാലും ഇത് പ്രശ്നമില്ല. നമ്മൾ തിയറിയിൽ പറഞ്ഞു അത് എക്ലോൺ ഫോമിലോട്ട് മാറ്റുക എന്ന് പറഞ്ഞു. എക്ലോൺ ഫോമിലോട്ട് മാറ്റിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ഇക്വേഷൻസിൽ ഇതിൽ നിന്ന് ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻസിൽ ഓരോ വേരിയബിൾസിനും ഈ -3 അല്ലെങ്കിൽ ഇവിടെ വരുന്ന ആ കോൺസ്റ്റൻറ്റ് വാല്യൂസ് കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ 1 ആക്കണമെന്ന് നിർബന്ധമില്ല. റോ റെഡ്യൂസ്ഡ് ഫോമിലോട്ട് മാറ്റിയാലും മതി. അപ്പോൾ ഈ -3യെ നമ്മൾ 1 ആക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, പക്ഷേ -3ക്ക് താഴെ വരുന്ന വാല്യൂസ് എന്താണ്? 0 ആക്കി മാറ്റണം. -13നെ 0 ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിവിടെ നോക്കിയാൽ ഇവിടെ സാധാരണ നമ്മൾ റോ റെഡ്യൂസ്ഡ് ഫോം അങ്ങനെ അധികം ചെയ്തിട്ടില്ല. അപ്പോൾ എക്ലോൺ ഫോമിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ മിക്കവാറും നമുക്ക് 1 എന്നുള്ള ഫോമിലാണ് കിട്ടുന്നത്. അപ്പം നമുക്ക് ഓപ്പറേഷൻസ് കുറച്ചും കൂടെ ഈസി ആയിരുന്നു. ഇവിടെ നോക്കിയാൽ ഇവിടെ കോൺസ്റ്റൻറ്റ് വാല്യൂ -3 ഉണ്ട്, ഇവിടെ -13 ആണ്. അപ്പോൾ ഇവിടെ 0 ആക്കണമെങ്കിൽ -13നെ എനിക്ക് 0 ആക്കണം. R2 ഉപയോഗിച്ച് വേണം ചെയ്യാൻ. R2ൽ ഇവിടെ കിടക്കുന്ന വാല്യൂസ് -3 ആണ്. അപ്പം ഏത് ഓപ്പറേഷൻ കൊടുത്താൽ എനിക്ക് ഈ -13നെ 0 ആക്കി മാറ്റാം എന്ന് ആലോചിച്ച് നോക്കുക. R3 എന്ന് പറയുന്നതിന് R3യിലെ ഈ സെക്കൻഡ് എലമെൻറ്റിനെ 0 ആക്കി മാറ്റണം. അപ്പോൾ R3 ഇംപ്ലൈസ് R3യെ ഇവിടുത്തെ വാല്യൂ എത്രയാണോ, സാധാരണ നമ്മളെപ്പോഴും ചെയ്യണം R3 മൈനസ് എന്നുള്ള രീതിയാണ് ചെയ്യണേ. പക്ഷേ ഇത് അങ്ങനെ ചെയ്താൽ ശരിയാവും. ഇവിടെ R3 മൈനസ് എന്നുള്ള രീതി ചെയ്താൽ ഇവിടെ 0 കിട്ടില്ല. പിന്നെ എന്തുകൂടെ ചെയ്യണം? ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് വാല്യൂ ഏതാണോ, ഇവിടുത്തെ വാല്യൂ ഏതാണ്? -3 ആണ്. അപ്പോൾ ഞാൻ ഈ R3യെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ R2നെ ഒരു 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് സബ്ട്രാക്ട് ചെയ്താൽ വാല്യൂ 0 കിട്ടില്ലേ? അതായത് R3 എന്ന് പറയുന്നത് 3R3 3 × R3 -13R2. ഓക്കെ, 3R3 -13R2 ചെയ്താൽ ഇവിടെ 0 വരില്ലേ നോക്കി. 3R3 3 × R3 R3യെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. -13 × 3 -13 × 3. ഓക്കെ, ദെൻ -13 × R2 13 × R2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ -3 ആണ്. അപ്പോൾ ഇവിടെ -13 × 3 നിന്ന് -39. ഓക്കെ, ഈ മൈനസ് ഓഫ് മൈനസ് ഇത് പ്ലസ് ആവും. +39 -39 + 39 എന്താണ്? 0 ആണ്. അപ്പോൾ ഇവിടെ 0 ആവുമല്ലോ. അപ്പോൾ ഈ ഓപ്പറേഷൻ വേണം ഇവിടെ കൊടുക്കാൻ. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ ചെയ്തിരുന്ന പ്രോബ്ലത്തിൽ നിന്ന് വ്യത്യാസം ഇങ്ങനൊരു ഓപ്പറേഷൻ നമ്മൾ കൊടുത്തിട്ടില്ല. കാരണം എല്ലാം നമ്മൾ എക്ലോൺ ഫോമിലോട്ട് മാറ്റിയ ശേഷമാണ്, അതായത് ഇവിടെ 1 ആക്കിയ ശേഷമാണ് ചെയ്തിട്ടുള്ളത്. റാങ്ക് കണ്ടുപിടിക്കാനൊക്കെ ചെയ്തിരുന്നത്. ഇവിടെ വ്യത്യാസം വന്നേക്കുന്നത് എന്താണ്? ഇങ്ങനെ റോ റെഡ്യൂസ്ഡ് ഫോമിലോട്ട് ആക്കിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. അതായത് ഈ R3യെ ഇവിടെയുള്ള വാല്യൂസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെയുള്ള വാല്യൂൻ്റെ നെഗറ്റീവ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ R2വിനെ ഇവിടെയുള്ള വാല്യൂ ഉണ്ട് അതിൻ്റെ നെഗറ്റീവ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഓക്കെ,
അപ്പോൾ -13 എന്നുള്ള വാല്യൂ 0 ആയി മാറും. 3R3 മൈനസ് 13R2 എന്നുള്ള ഓപ്പറേഷൻ ഉപയോഗിച്ചാൽ ഇവിടെ 0 ആയി മാറും. അപ്പോൾ ഞാൻ ഒന്നുകൂടെ എഴുതണം. 1 4 -1 -5 0 -3 -5 -7 0. ഇത് 0 ആയിപ്പോയി. ഇനി അടുത്ത ഓപ്പറേഷൻ നോക്കി 2 എന്നുള്ള വാല്യൂവിന് എന്ത് മാറ്റം വരും? 3R3 എന്ന് പറഞ്ഞാൽ 3R3 എന്ന് പറയുമ്പോൾ 3 × 2 ദാറ്റ് ഈസ് 6. 3 × 2 മൈനസ് 13 × R2 മൈനസ് 13 × R2 എന്ന് പറയുന്നത് -5 ആണ്. അപ്പോൾ -5 ദാറ്റ് ഈസ് 6 മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആണ്. 13 × 5 ദാറ്റ് ഈസ് 65. ദാറ്റ് ഈസ് 6 + 65 71. ഓക്കെ, 71 എന്ന് കിട്ടും ഇവിടെ. ദെൻ ലാസ്റ്റ് എലമെൻറ്റ് 19 ആണ് വന്നിരിക്കുന്നത്. 19. അപ്പോൾ 19ൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്താണെന്ന് നോക്കണം. 19ൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ 3R3 എന്നാണ് വന്നിരിക്കുന്നത്. 3R3 അതായത് 3 × 19 ദെൻ -13 × -7. ഇതൊന്ന് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? നമുക്കിവിടെ 148 എന്ന് കിട്ടും. ഓക്കെ, 148 എന്നുള്ള വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് 148 കിട്ടി. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് 1 ആണ്. 1ന് താഴത്തേക്ക് 0 ആണ്. ദെൻ സെക്കൻഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് കിട്ടി, അതിന് താഴത്തേക്ക് 0. തേർഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് ഇവിടെ ഉണ്ട് 71. അപ്പോൾ നമ്മുടെ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈഡ് ആണോ? റോ റെഡ്യൂസ്ഡ് ഫോമിലോട്ട് മാറ്റിയിട്ട് എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആണോ? ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 1 ആണ്. 1ന് താഴത്തേക്ക് 0. സെക്കൻഡ് റോയിൽ നോൺ സീറോ എലമെൻറ്റ് ഉണ്ട്, അതിൻ്റെ താഴത്തേക്ക് 0. തേർഡ് റോയിൽ നോൺ സീറോ എലമെൻറ്റ് കിട്ടി. ഇനി ഓരോ റോ കഴിയുന്തോറും ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റിന് ലെഫ്റ്റിൽ വരുന്ന സീറോസിൻ്റെ എണ്ണം കൂടി വരണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ -3യുടെ ലെഫ്റ്റിൽ ഇവിടെ ഒരു 0 ആണ്. ഇവിടെ 71ന് ലെഫ്റ്റിൽ 2 0 ആണുള്ളത്. ഓക്കെ, അപ്പോൾ സീറോസിൻ്റെ എണ്ണം കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഏത് ഫോമിലാണ്? റോ റെഡ്യൂസ്ഡ് ഫോമിലാണ്. എക്കലോൺ ഫോം എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇവിടെ -3യും 71നെ നമ്മൾ 1 ആക്കിയിട്ടില്ല. അപ്പോൾ അത് 1 ആക്കണമെന്ന് നിർബന്ധമില്ല, കാരണം നമ്മൾ ഇതിൽ നിന്നും ഇക്വേഷൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് ചെയ്യുന്നത്, ഫോം ചെയ്യാൻ പോവുകയാണ് ചെയ്യുന്നത്. അതായത് കറസ്പോണ്ടിങ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെ മാറ്റി എഴുതാൻ പോവുകയാണ്. എന്നിട്ട് ആ ഇക്വേഷൻസ് ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പം അത് റോ റെഡ്യൂസ്ഡ് ഫോമിലാക്കിയാലും പ്രശ്നമില്ല. വിൽ ബി ഓരോന്നും നമ്മൾ XYZ കോൺസ്റ്റൻ്റ് എന്നുള്ള രീതിയിലെ അതേ രീതിയിൽ തന്നെ ഇക്വേഷൻസ് എഴുതുക. ഇവിടെ ഇത് എക്സിന് വേണ്ടിയിട്ടുള്ളതാണ്, ഇത് വൈക്ക് വേണ്ടിയിട്ടുള്ളത്, ഇത് ഇസഡിന് വേണ്ടിയിട്ടുള്ളത്, ഇത് കോൺസ്റ്റൻറ്റിന് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, ഓരോ കോളും അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോന്നും എഴുതുക. ഫസ്റ്റ് ഇക്വേഷൻ എങ്ങനെ കിട്ടും? ഈ ഇവിടെ വരുന്ന ഓരോ വാല്യൂസും ഈ എക്സിൻ്റെ, ഇത് വൈയുടെ, ഇത് ഇസഡിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് ചേർത്തിട്ട് ഇക്വേഷൻസ് എഴുതുക. ഫസ്റ്റ് ഇവിടെ 1 ആണ് കോഎഫിഷ്യൻ്റ്, അപ്പോൾ 1x, അതായത് എക്സ്. അടുത്തത് 4 ആണ് ഇവിടെ, അപ്പോൾ 4y. ദെൻ ഇസഡ് ഇവിടെ -1 ആണ്, അപ്പോൾ -z ഈക്വൽ ടു ഇവിടെ -5 ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഓക്കെ, പുതിയ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ നമുക്ക് കിട്ടി. ദെൻ നെക്സ്റ്റ് ഇവിടെ 0 ആണ്, അപ്പോൾ ഇവിടെ എക്സിന് കോഎഫിഷ്യൻ്റ് ഇല്ല, അപ്പോൾ വൈക്ക് കോഎഫിഷ്യൻ്റ് ഉണ്ടാവും -3. അപ്പോൾ -3y, ഇസഡിൻ്റെ കോഎഫിഷ്യൻ്റ് -5, സോ -5z ഈക്വൽ ടു -7. ഓക്കെ, തേർഡ് ഇക്വേഷൻ നോക്കിയാൽ എക്സ് വൈ കോഎഫിഷ്യൻസ് ഇല്ല, ഇസഡിൻ്റെ കോഎഫിഷ്യൻ്റ് 71. സോ 71z ഈക്വൽ ടു ഇവിടെ വാല്യൂ എന്നാണ് 148. 71z ഈക്വൽ ടു 148 എന്ന് കിട്ടി. നമുക്ക് പുതിയ 3 ഇക്വേഷൻസ്, ഇക്വേഷൻ 1 2 3 അല്ലേ, പുതിയ 3 ഇക്വേഷൻസ് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് പറഞ്ഞിരുന്നത്? ഗോസ് എലിമിനേഷൻ മെത്തേഡിൽ ഇങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞത്. അതായത് ലാസ്റ്റ് കിട്ടുന്ന ഇക്വേഷനിൽ ഒരു വേരിയബിൾ മാത്രമേ ഉള്ളൂ, 71z ഈക്വൽ ടു 148. അപ്പോൾ ഇതിൽ നിന്നും ഇസഡിനെ സോൾവ് ചെയ്തെടുക്കാം. ഓക്കെ, ഇസഡിനെ സോൾവ് ചെയ്താൽ എന്ത് വരും? ഫ്രം ഇക്വേഷൻ 3 71z ഈക്വൽ ടു 148. ഓക്കെ, z ഈക്വൽ ടു 148 ഡിവൈഡഡ് ബൈ 71. അപ്പോൾ കട്ട് ചെയ്ത് കളയാനൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ 148/71 കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഈ ഇസഡിനെ സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഇസഡ് ഇൻ ഇക്വേഷൻ 2. ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? -3y -5z, ഇസഡിൻ്റെ പ്ലേസിൽ 148/71 ഈക്വൽ ടു -7 കിട്ടി. ഓക്കെ, ഈക്വൽ ടു ഏത് ഫോമിൽ വരും? -7, ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് അത് തന്നെ. ഈ മൈനസ് വാല്യൂ അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ +5 × 148/71 എന്ന് വരും.
അതായത് 5 × 148/71. അപ്പോൾ ഇതൊന്ന് സോൾവ് ചെയ്തെടുത്താൽ -3y = കിട്ടുന്നത് 243/71. ഓക്കെ, 243/71 എന്ന് കിട്ടും. y എന്നത് -243/71 × 3. അത് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് -81/71. അതിൽ നമ്മൾ XYZ വരുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഇക്വേഷനിൽ ഈ ഇസഡിൻ്റെയും വൈയുടെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് y, z ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഇക്വേഷൻ x + 4 × -81/71 -148/71 = -5 അല്ലേ. നമ്മുടെ മുമ്പേ എഴുതി വെച്ചിരുന്ന ഇക്വേഷൻസിലേക്ക് നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വാല്യൂസ് എല്ലാം. ഇനി ഇതിനെ സോൾവ് ചെയ്തെടുക്കണം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത് x 4 × 81/71. അത് സോൾവ് ചെയ്താൽ 4 × 81 -4. അതുപോലെ തന്നെ രണ്ട് ഡിനോമിനേറ്റർ സെയിം ആണല്ലോ, 71 അല്ലേ. അത് സോൾവ് ചെയ്താൽ നമുക്ക് 472/71 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു -5. സോ x - 472/71. ഇതിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. അതായത് x = -5 + 472/71. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആക്കുക, 71. അപ്പോൾ -5 × 71 + 472. ദെൻ 5 × 71 എന്ന് പറഞ്ഞാൽ -355 അല്ലേ. 355 + 472/71 എന്ന് കിട്ടി. ഇത് 355ഉം 472 അത് എത്ര വരും? 117. ഓക്കെ, 117/71. സോ എക്സിൻ്റെ വാല്യൂ എന്താ കിട്ടിയത്? x = 117/71. സോ ദ സൊല്യൂഷൻ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? x കിട്ടി, y കിട്ടി, z കിട്ടി. ആ 3 വാല്യൂസിനെ കോളം വെക്ടറായിട്ട് എടുത്തെഴുതുക. ഓക്കെ, x, y, z. സോ ദ സൊല്യൂഷൻ വെക്ടർ ഈസ് അപ്പോൾ സൊല്യൂഷൻ വെക്ടർ എന്നുള്ള രീതിയിൽ എഴുതുമ്പോൾ നമുക്ക് മെട്രിക്സ് ആയിട്ട് രീതിയിൽ എഴുതണം. അപ്പോൾ എന്താണ്? x, y, z. ഒന്നെങ്കിൽ x = y = z എന്ന് എഴുതുക, അല്ലെങ്കിൽ സൊല്യൂഷൻ വെക്ടർ എന്നുള്ള രീതിയിൽ എഴുതിയിട്ട് ഇങ്ങനെ മെട്രിക്സ് ഫോമിൽ കോളം വെക്ടറായിട്ട് എഴുതുക. എക്സിൻ്റെ വാല്യൂ 117/71. ദെൻ വൈയുടെ വാല്യൂ -81/71. ഇസഡിൻ്റെ വാല്യൂ എന്തായിരുന്നു? 148/71. 3 വാല്യൂസ് എഴുതി ഈ മെട്രിക്സിനെ ഇങ്ങനെ നിർത്തുക. അപ്പോൾ ഇതാണ് തന്നേക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും ബൈ ഗോസ് എലിമിനേഷൻ മെത്തേഡ്. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം മനസ്സിലാവാത്തവരൊന്നുകൂടെ വേണേൽ റിപ്പീറ്റ് ചെയ്ത് കാണുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.